സത്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ എല്ലാവരെയും വെറുപ്പിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPI-യെയും ലീഗിനെയും വെല്ലുവിളിക്കുകയും മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ പിണറായി വിജയനെയോ മറ്റ് CPM നേതാക്കളെയോ ഒട്ടും തന്നെ കടന്നാക്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല പൊക്കിപ്പാടുകയും ചെയ്യുന്നുണ്ട്. ഇതിലെന്തോ ദുരൂഹതയുണ്ടെന്ന് ആർക്കായാലും സംശയം തോന്നാം. കുറച്ചധികം നാളുകളായി മുസ്ലിം സമുദായത്തെ വല്ലാണ്ടങ്ങ് തരം താഴ്ത്തുന്ന തരത്തിലുള്ള സംസാരങ്ങളും പരാമർശങ്ങളുമാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴിതാ ലീഗിനെതിരെ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഭരണത്തിലിരുന്നപ്പോൾ സാമൂഹിക നീതി നടപ്പാക്കിയോ എന്ന് ചോദിച്ച വെള്ളാപ്പള്ളി നടേശൻ ആത്മപരിശോധന നടത്താൻ ലീഗിനെ വെല്ലുവിളിക്കുകയും ചെയ്തു. ലീഗ് മതവിദ്വേഷം പരത്താൻ ശ്രമിക്കുന്നുവെന്നും ലീഗിനും ലീഗ് നേതാക്കൾക്കും ദുഷ്ടലാക്കാണെന്നും വെള്ളാപ്പള്ളി നടേശൻ യാതൊരു മടിയുമില്ലാതെ പറയുകയാണ്. മുസ്ലിം സമുദായത്തോട് ഇത്രയധികം വിദ്വേഷം തോന്നാൻ കാരണം എന്താണെന്ന് ആർക്കും ഒരു പിടിയും കിട്ടിയിട്ടില്ല. ഒരു കാരണവുമില്ലാതെയാണ് ഇവരെ വെള്ളാപ്പള്ളി അങ്ങ് അടച്ചാക്ഷേപിക്കുന്നത്. ഇത് ഒരു വശത്ത്. ഇതിനു പുറമെ മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിവാദ പ്രസ്താവനയെക്കുറിച്ച് ആവർത്തിച്ചു ചോദിച്ച മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് അഭിസംബോധന ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിലാണ് ഇതൊക്കെ പറയുന്നതെന്ന് ഓർക്കണം. അല്ലെങ്കിലും തനിക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ കടുത്ത വിമർശനങ്ങൾ കൊണ്ട് മൂടുന്നത് വെള്ളാപ്പള്ളിയുടെ ഒരു രീതിയാണ്. അതാകുമ്പോൾ അവർ മിണ്ടാട്ടം മുട്ടുമെന്നാണ് വെള്ളാപ്പള്ളിയുടെ വിചാരം. എന്നാൽ എന്തൊക്കെ പറഞ്ഞ് തളർത്താൻ നോക്കിയാലും ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ചിരിക്കും. ഇതിനൊക്കെ പുറമെ വെള്ളാപ്പള്ളി CPI-യെ വീണ്ടും കടന്നാക്രമിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ വിവാദങ്ങൾ സൃഷ്ടിക്കാനാണോ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. CPI നിലപാട് മുന്നണിയിൽ അനൈക്യമുണ്ടാക്കുന്നുവെന്നാണ് വെള്ളാപ്പള്ളിയുടെ അടുത്ത വിവാദ പരാമർശം. ഇടതിന്റെ പിൻബലം പിന്നാക്കക്കാരുടെ പിന്തുണയാണ്. അത് CPI മനസ്സിലാക്കണം. ശബരിമലയിലെ സർക്കാർ നിലപാട് ആത്മാർത്ഥതയുള്ളതെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. ശബരിമല വിഷയത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്താനില്ലെന്നും പറയുന്നു. സത്യം പറഞ്ഞാൽ LDF മുന്നണിയിൽ വിള്ളലുണ്ടാക്കാനാണോ വെള്ളാപ്പള്ളി ശ്രമിക്കുന്നതെന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് CPM-നെയും മുഖ്യനെയും പൊക്കിപ്പറയുകയും CPI അങ്ങ് കടന്നാക്രമിക്കുകയും ചെയ്യുന്നത്? അപ്പോൾ അതിൽ എന്തോ ദുരൂഹതയുണ്ട്. ഏതായാലും വെള്ളാപ്പള്ളി കാരണം LDF പിളരുമോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയണം.